സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ അവസാനിക്കും. നാളെയാണ് സൂക്ഷ്മ പരിശോധന. മാർച്ച് 26 വരെ പത്രിക പിൻവലിക്കാൻ സ്ഥാനാർത്ഥികൾക്ക് അവസരമുണ്ട്. ഇനി 15 ദിവസത്തെ സമയം മാത്രമാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിനുണ്ടാകും. 10 മണ്ഡലങ്ങളിൽ CPM-ഉം BJP-യും തമ്മിൽ ഡീലാണെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. സർക്കാരിന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ആരാ പറയുന്ന? NDA സ്ഥാനാർത്ഥി. BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പൊ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണുപ്രകാശ്, പല സ്ഥലങ്ങളിലും ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവ് ആരോപിക്കുകയാണ്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ്? മോത്തി, ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ച അല്ലെങ്കിൽ പ്രതിപക്ഷം ആരോപിക്കുന്ന, നിലവിൽ UDF ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പല മണ്ഡലങ്ങളിലും CPM-ഉം അതുപോലെ തന്നെ BJP-യും തമ്മിൽ ഡീൽ ഉണ്ടായി എന്നുള്ളത്. ആദ്യഘട്ടത്തിൽ അത് പാലക്കാട് മണ്ഡലത്തിൽ ഡീൽ എന്ന രീതിയിലായിരുന്നു പ്രതിപക്ഷ നേതാവ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത്. എന്നാൽ പിന്നീട് ഇന്നിപ്പോൾ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ പ്രതിപക്ഷ നേതാവ് കൂടുതൽ മണ്ഡലങ്ങളുടെ പേര് എടുത്തു പറഞ്ഞ് അതിന്റെ തെളിവുകൾ സഹിതം നിരത്തിക്കൊണ്ടായിരുന്നു ഇന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം. കാസർഗോഡ്, മഞ്ചേശ്വരം, അതുപോലെ തന്നെ റാന്നിയിലും കോന്നിയിലും ഇത്തരത്തിൽ ഡീൽ നടക്കുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ തവണ ശബരിമല തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റാന്നിയിൽ നല്ല മുന്നേറ്റം നടത്തിയ ഒരു BJP ആയിരുന്നു ഈ തവണ അത് വന്നപ്പോൾ BJP ആ സീറ്റ് അവരുടെ സഖ്യകക്ഷിയായിട്ടുള്ള 2020-ക്ക് നൽകുന്നു. മാത്രമല്ല 2020-യുടെ സ്ഥാനാർത്ഥി ശബരിമല വിഷയം അവിടെ ഉന്നയിക്കില്ല എന്നുള്ള ഒരു വാദം പറയുന്നു. തുടർന്ന് BJP അതിൽ ഇടപെട്ട് ഇല്ലെങ്കിൽ 2020 നേതൃത്വം അത് പിന്നീട് തിരുത്തി പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ BJP ശബരിമല അടക്കമുള്ള ആയുധങ്ങൾ ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ അടങ്ങിയിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിരുന്ന സീറ്റ്, BJP-ക്ക് ഉണ്ടായിരുന്ന സീറ്റ് അത് അവരുടെ താരതമ്യേന ദുർബലരായിട്ടുള്ള സഖ്യകക്ഷികൾക്ക് കൊടുത്തുകൊണ്ട് അവർ കൂടുതൽ കളം പിടിക്കാൻ, CPM-ന് കളം പിടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വന്നത്. മാത്രമല്ല കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലും ഇത്തരം ഒരു ഡീൽ ഉണ്ടായിരുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചായിരുന്നു കരുവന്നൂർ കേസിൽ അതിൽ ED-യുടെ അന്വേഷണം വരുന്നത്. ആ സമയത്തും താൻ ഇത്തരമുള്ള ഒരു ഡീൽ നടക്കുന്നു എന്നുള്ള കാര്യം പറയുന്നു. പിന്നീട് അതിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ അത് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു അതിന്റെ സൂചനകൾ. അവിടെ BJP ജയിച്ചു. അതുപോലെ തന്നെ CPI-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ കുമാറിന് ന്യൂനപക്ഷ വോട്ടുകൾ, വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ന്യൂനപക്ഷ വോട്ടുകൾ ലഭിച്ചെങ്കിലും CPM-ൽ നിന്നുള്ള വോട്ടുകൾ ലഭിച്ചില്ല. അങ്ങനെ അവിടെ BJP ജയിക്കുന്നു എന്നുള്ള ഈ BJP-യുടെ ആരോപണമാണ് ഇന്നിപ്പോൾ പ്രധാനമായും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വിഷ്ണുപ്രകാശാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്. VD സതീശിന്റെ ആരോപണം, പത്രിക സമർപ്പിച്ചതിന് ശേഷമുള്ള ആരോപണത്തെക്കുറിച്ചാണ് വിശദമാക്കിയത്.